സിദ്ധു, നീ ചെന്ന് മോക്ക് റൂമൊക്കെ കാണിച്ചു കൊടുക്ക. വാ. ദേ ഇതാ റൂം. ദേ ഇവിടെയാണ് ബാത്റൂം. പിന്നെ തന്റെ ഡ്രസ്സൊന്നും എന്റെ ഷെൽഫിൽ വെക്കണ്ട, അതൊക്കെ ആ ഷെൽഫിൽ വെച്ചാൽ മതി. പിന്നെ എന്റേതായിട്ടുള്ള പല സാധനങ്ങളും ഈ റൂമിൽ കാണും, അതിലൊന്നും താൻ ഇന്റർഫിയർ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ സ്റ്റഡീസിനായിട്ട് തനിക്ക് വേണമെങ്കിൽ എന്റെ ടേബിൾ എടുക്കാം എന്ന് വെച്ച് അതിലുള്ള ഒരു സാധനങ്ങളിലും കൈ കടക്കാൻ നിൽക്കണ്ട. കുന്തം പോലെ ഇങ്ങനെ നിൽക്കാതെ പോയി തുറന്ന് എന്തെങ്കിലും പറ. ഞാൻ ഇത്രയും നേരം പറഞ്ഞത് തനിക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. പോയി ഫ്രഷ് ആയിട്ട് വാ. പിന്നെ ഒരു കാര്യം ഞാൻ ഇപ്പം തന്നെ ക്ലിയർ ആക്കി തരാം. ഒരു ഭർത്താവ് ഭാര്യയ്ക്ക് നൽകുന്ന ഒരു കൺസിഡറേഷനും താൻ എൻ്റെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കുകയേ വേണ്ട. ഒരു വീട്ടിൽ ഒരു റൂമിൽ ഒരുമിച്ച് കഴിയുന്നു, അത്രയേ ഉള്ളൂ നമ്മൾ തമ്മിലുള്ള ബന്ധം. ആന്റി, മോള് ഫ്രഷ് ആയോ? ഓ ദാ ഈ പാലം കൂടി പിടിച്ചോ. നേരെ ഇത്രയായില്ലേ, മോള് റൂമിലേക്ക് ചെല്ല. അത് ആന്റി ഞാൻ ചെന്നേ സമയം ഒരുപാടായി, ബാക്കിയൊക്കെ നാളെ. പാലല്ലേ എവിടെ വെച്ചിരിക്കുന്നത്? ഇവൾക്കിതൊന്നും വേണ്ടേ? വെറുതെ വേസ്റ്റ് ആക്കണ്ട. ജീവിതമോ കേടായി. ഇനി കേടാകുന്നതിന് മുമ്പേ ആ പാലങ്ങ് വയറ്റിലാക്കാം. ഇവിടെ എഴുന്നേൽക്കുന്നൊന്നുമില്ലേ? സമയം 8 കഴിഞ്ഞല്ലോ. അഗ്നയ എഴുന്നേറ്റേ. ഡോ അഗ്നയ എഴുന്നേൽക്ക്. ഓ, മാന് പറഞ്ഞത് ശരിയാ. ആന കുത്തിയാൽ മാത്രമല്ല, ആകാശം ഇടിഞ്ഞു വീണാലും ഇവിടെ എഴുന്നേക്കില്ല. ഡോ അഗ്നയ എഴുന്നേറ്റേ. അച്ഛാ, ഒരു 10 മിനിറ്റ് കൂടെ. ഇവളെ അച്ഛല്ല പുള്ളി. എഴുന്നേൽക്കടി. എന്താണ് ഉണ്ണിയാർച്ചയുടെ പള്ളി ഓർക്ക ശരിയായില്ലേ? ഇതേ നിന്റെ വീടല്ല എന്നും അച്ഛൻ വന്ന് നിർത്താൻ. ഇന്ന് ഞാൻ വിളിച്ചെന്ന് കരുതി എന്നും ഇത് പ്രതീക്ഷിക്കണ്ട. പിന്നെ ഞാനിന്ന് പുറത്തു പോവാണ്. ഇനി ചാടിത്തുള്ളി കോളേജിലേക്ക് ഒന്ന് പോവാൻ നിൽക്കണ്ട. ഒരു 1 വീക്ക് കഴിഞ്ഞിട്ടൊക്കെ പോയാൽ മതി. ഇനി കോളേജിലുള്ളവരെ കൂടെ കൊണ്ട് പറയിപ്പിക്കണ്ട. അല്ലെങ്കിൽ തന്നെ ആരുടെ ചോദ്യത്തിനുള്ള ഉത്തരം ഇപ്പം എൻ്റെ കയ്യിലില്ല. സോ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ മുന്നോട്ട് പോയാൽ നിനക്ക് നല്ലത്. പിന്നെ രാവിലെ കുളിയും ജപം ഒന്നുമില്ലെന്നറിയാം, എങ്കിലും ആ പല്ലെങ്കിലും ഒന്ന് തേച്ചിട്ട് താഴേക്ക് ചെല്ലും. മമ്മി വിളിക്കുന്നുണ്ട്. മക്കള് ഫ്രഷ് ആയോ? വന്നേ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. സോറി ആന്റി, ഞാൻ എഴുന്നേൽക്കാൻ കുറച്ച് ലേറ്റ് ആയി പോയി. അല്ലെങ്കിൽ ഞാൻ സഹായിച്ചേനെ. ആ സഹായം ഒന്നും വേണ്ട, മക്കള് ഫുഡൊക്കെ കഴിച്ച് സഹായിച്ചാൽ മാത്രം മതി. അപ്പൊ എല്ലാവരുടെയും ശ്രദ്ധിക്കുക, ഇന്നിവിടെ കേരള ഐറ്റംസ് ഒന്നും തന്നെ ഇല്ല, ഫുൾ വെസ്റ്റേൺ ടൈപ്പാണ്. കഴിച്ചിട്ട് അഭിപ്രായം പറയണം, ഓക്കെ? ഓ, അത് കൊള്ളാലോ. തന്റെ അമേരിക്കൻ ഫുഡൊക്കെ ഒന്ന് കഴിക്കാൻ ഇന്ന് തന്നെ ഒന്ന് പറ്റിയല്ലോ, അല്ലേ മോളെ? അതെ. Meanwhile, അക്കു, എങ്ങനെയുണ്ട്? ഫുഡൊക്കെ കൊള്ളാവോ? പിന്നെ കൊള്ളാം. ആണോ? എങ്കിൽ ഞാൻ കുറച്ചുകൂടി തരാം. അത് വേണ്ട, എനിക്കിത്ര മതി. അതെന്താ? അത് പിന്നെ ഓവർ ഫുഡ്, ശരീരം, തടി, അപ്പം പിന്നെ ഞാൻ അതൊക്കെ നോക്കണ്ടേ? ഓ അങ്ങനെ. ഈ പ്രിപ്പേർഡിന് എന്താ അതും വായിട്ടോട് കുന്തം കഴിഞ്ഞപ്പോൾ നിൽക്കുന്നത്? ഇതെങ്ങനെ എടുത്ത് കഴിക്ക മനുഷ്യ? അത് വേണോ ജാനു? അതെന്താ അങ്ങനെ ഒരു ടോക്കൊക്കെ? സത്യം പറഞ്ഞാൽ നീ എന്നെ കൊല്ലരുത്. ഈ ഫുഡൊന്നും വായിൽ വെക്കാനേ പറ്റുന്നില്ല.
നീ ഉണ്ടാക്കിയതിന്റെ കുഴപ്പമാണോ അതോ ഞങ്ങൾ ഇതുവരെ കഴിക്കാത്തതിന്റെ കുഴപ്പമാണോ എന്ന് എനിക്കറിയില്ല. ഉം. ആണോ അക്കു? നീ അവളെ നോക്കണ്ട, അവളൊന്നും അർത്ഥമൊന്നും പറയില്ല. സത്യം പറ മോളെ, അവൾക്കിത് ഇഷ്ടപ്പെട്ടിനോ? അത് ആൻറ്റിക്കൊന്നും തോന്നരുത്. സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഇതെങ്ങനെയാ കഴിച്ചതെന്ന് എനിക്ക് തന്നെ അറിയില്ല. മേ ബി അങ്കിൾ പറഞ്ഞതുപോലെ ഇങ്ങനത്തെ ഫുഡൊന്നും ഇതുവരെ കഴിക്കാതെ ഉണ്ടാവാം. സിദ്ധു, നീ എങ്കിലും എങ്ങനെ ഉണ്ടെന്ന് പറടാ. കുഴപ്പമില്ല മമ്മി. എന്നാലും മമ്മി കേരള സ്റ്റൈൽ ഫുഡ് ഉണ്ടാക്കുന്നതായിരിക്കും ഇതിലും ബെറ്റർ. ഇതൊക്കെ ഞാൻ തിന്നോളാം, ആർക്കും തരില്ല. എന്റെ പൊന്നു ജാൻവി, എന്റെ കുട്ടിക്കളി ഇതുവരെ തീർന്നില്ലേ? ഇത് കുട്ടിക്കളിയൊന്നല്ല. ഞാൻ മിണ്ടില്ല എന്ന് പറഞ്ഞാൽ മിണ്ടില്ല. മമ്മി, ഞാനിന്ന് പുറത്തു പോവാണ്. പുറത്തോ? എവിടെ? ഓ, കോളേജിലോട്ടൊന്നും അല്ല. ആ, അതെനിക്ക് മനസ്സിലായി. 1 വീക്കെങ്കിലും കഴിയാതെ കോളേജിലേക്ക് പോകുന്ന കാര്യം രണ്ടും ചിന്തിക്കും കൂടി വേണ്ട. നീ എന്തിനാ സിദ്ധു അവളെ നോക്കി പേടിപ്പിക്കുന്നേ? അല്ല, നീ കോളേജിലേക്കല്ലെങ്കിൽ മറ്റെവിടത്തേക്കാ? ഞാനെന്താ കൊച്ചുകുട്ടിയാണോ എവിടേക്കാ എന്താന്നൊക്കെ ചോദിക്കാൻ? പുറത്ത് പോയിട്ട് വേണം, അത്ര തന്നെ. ഓ, എങ്കിൽ മോളെ കൂടെ കൂട്ടിക്കോ. എന്തിനി? അവളെ കൂട്ടിക്കൊണ്ടു പോകാനേ ഞാൻ പാർക്കിലേക്കും തിയേറ്ററിലേക്കും ഒന്നല്ല പോകുന്നേ. വേണ്ടേ, അല്ലെങ്കിലും എനിക്കിപ്പോ പുറത്തൊന്നും പോകണ്ട. അവള് പറഞ്ഞത് മമ്മി കേട്ടല്ലോ, ഇനിയെങ്കിലും എനിക്ക് പോയിക്കൂടെ? വേഗം തിരിച്ചൊന്ന് വരണം കേട്ടോ. ഉം. അക്കു, ആ, എന്താ ആന്റി? മോളിവിടെ വെറുതെ ഇരുന്നിട്ട് എന്തോ പോലെ ആവുന്നുണ്ടാവുമായിരിക്കും അല്ലേ? ഏയ്, അങ്ങനെയൊന്നുമില്ല ആന്റി. അല്ല ആന്റി, ഞാൻ സഹായിക്കണോ? എന്റെ എന്തെങ്കിലും ഹെൽപ്പ് വേണോ? ഇപ്പൊ തൽക്കാലം ഒരു ഹെൽപ്പും വേണ്ട. മോള് വീടൊന്നും ചുറ്റിക്കണ്ടില്ലല്ലോ? ഇല്ല ആന്റി. എനിക്ക് മോള് ചെന്ന് വീടൊക്കെ ഒന്ന് കണ്ടിട്ട് വാ. കൊള്ളാലോ. ഇതൊക്കെ തുറക്കാൻ കഴിയത്തില്ല. ഏത് പൂട്ടിയതാണ്? അത് തുറക്കാൻ പറ്റില്ല മോളെ. അതെന്താങ്കിലേ? ആ റൂമിലേക്ക് സിദ്ധുവിന്റെ അടുത്തുള്ളത്. ഓ, അപ്പൊ ഇത് സാറിന്റെ പേഴ്സണൽ റൂമാണോ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്കറിയില്ല മോളെ. ഇടയ്ക്കൊക്കെ അവൻ ഈ റൂമിൽ വന്നിരിക്കുന്നത് കാണാം. ഞാനിതുവരെ ചോദിച്ചിട്ടില്ല, അവനിതുവരെ പറഞ്ഞിട്ടില്ല. ഓ, ഓ, ഇതിലൂടെ ഇങ്ങനൊരു സാധനം ഉണ്ടായിരുന്നു. എത്ര ബുക്സ് അയച്ചതാ. അക്കു, മോള് വീടൊക്കെ ചുറ്റി കണ്ടു കഴിഞ്ഞോ? ആ, കണ്ടു. ഒന്നും പറയാനില്ല ആന്റി, അടിപൊളിയായിട്ടുണ്ട്. ഇത് ആരുടെ പ്ലാനായി വീട്? ആന്റിന്റെ ആണോ? പിന്നെ അങ്കിളിന്റെ ആണോ? ഞങ്ങളുടെ 2 പേരുടെ അല്ല. ഇതൊക്കെ സിദ്ധുവിന്റെ പ്ലാനാ മോളെ. ഓ, ആക്ച്വലി ഞങ്ങൾക്കൊരു വീടുണ്ട്. ദേ, ഇതിനപ്പുറത്ത് കാണുന്ന വീടാ ഞങ്ങളുടെ വീട്. പണ്ട് സിദ്ധുവിന്റെ നിർബന്ധ പ്രകാരം ഇവിടെ ഇങ്ങനെ ഒരു വീടെടുത്തതാ. അവൻ പറയായിരുന്നു അമേരിക്കയിൽ നിന്ന് വരുമ്പോഴേക്കും ഇവിടെ ഇങ്ങനെ ഒരു വീടുണ്ടാക്കണമെന്ന്. അവന്റെ അവിടുത്തെ ഫ്രണ്ട്സ് ഒക്കെ ഇവിടെ കേരളത്തിലുള്ളവർ തന്നെയായിരുന്നു. അങ്ങനെ അവന്റെ ഇഷ്ടത്തിനൊരു വീടുണ്ടാക്കിയതാ. ഓ, അല്ല അപ്പൊ ആന്റി ഇവിടെയായിരുന്നു അതോ? അങ്ങനൊക്കെ ചോദിച്ചാ ഞങ്ങൾ ആദ്യ നാട്ടിലായിരുന്നു. അങ്ങനെ ബിസിനസിന്റെ കാര്യത്തിനായിട്ട് ഞങ്ങൾ അമേരിക്കക്ക് പോയി. അപ്പോഴാണ് പ്രഭേട്ടന് കോളേജ് പ്രൊഫസറായി കിട്ടിയത്. അങ്ങനെ ഏട്ടനെ നാട്ടിലേക്കും വരേണ്ടി വന്നു. ഞങ്ങൾക്കാണെങ്കിൽ ബിസിനസ്സൊന്നും അവിടെ ഇട്ട് വരാനും പറ്റത്തില്ല. എല്ലാം ഒന്ന് പച്ച പിടിച്ച് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഓ, അങ്ങനെ ഏട്ടൻ ഒറ്റയ്ക്ക് ഇങ്ങോട്ടും വന്നു. ഞാനും സിദ്ധും അവിടെ നിന്നു. എന്റെ തിരക്ക് കാരണം അവനെ മര്യാദയ്ക്ക് ശ്രദ്ധിക്കാനൊന്നും പറ്റിയില്ല.
അങ്ങനെ അവൻ പഠിച്ചതും വളർന്നതൊക്കെ ഹോസ്റ്റലിലായിരുന്നു. ഓ, അപ്പോ സാർ ഒറ്റയ്ക്കായിരുന്നല്ലേ വളർന്നത്? ആ, അങ്ങനെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. മോളോടെല്ലാം ഞാൻ ഒരു ദിവസം പറയാം. ഷിക, ആ, എന്താടാ? ഇന്നലെ ആയിരുന്നല്ലേ അക്കുവിന്റെ മാരേജ്? അത് നിനക്കെങ്ങനെ? അവൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് പോകാൻ കഴിഞ്ഞില്ല. ഓ, ഷിക, എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താടാ? നീ പറ. പറയാനല്ല, ചോദിക്കാനുള്ളത്. ഇത്രയൊക്കെ ആയില്ലേ ഷിക, ഇനിയെങ്കിലും നിനക്ക് നിന്റെ മനസ്സിലുള്ള കാര്യം മനുവിനോട് പറഞ്ഞൂടെ? മനുവിനോട് ഞാൻ എന്ത് പറയണമെന്ന് നീ പറയുന്നേ? ഷിക, നിങ്ങളുടെ നാടക അഭിനയൊക്കെ അപ്പുവിന്റെ മുന്നിൽ വെച്ച് മാത്രം മതി, എന്റെ അടുത്ത് വേണ്ട. എനിക്ക് മനസ്സിലാകുന്നില്ല ഷിക നിന്നെ. നീ ഇനി എന്ത് കഥ നിൽക്കുക? നിനക്ക് അവനോട് പ്ലീസ്, എനിക്ക് കഴിയില്ല. എന്ത് കഴിയില്ലെന്ന ഷിക നീ പറയുന്നേ? നിനക്ക് അവനോട് ഇന്നൊന്നും തോന്നി ഇഷ്ടമല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇത് നീ ആദ്യമേ അവനോട് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഈ കാണുന്ന കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. എല്ലാം നിന്റെ പേടി കൊണ്ട് മാത്രം സംഭവിച്ചതാ ഷിക. നീ അന്നേ നിന്റെ ഫീലിങ്സ് അവനോട് പറഞ്ഞിരുന്നെങ്കിൽ മേ ബി അവൻ നിന്നെ അക്സെപ്റ്റ് ചെയ്തേനെ. ശരിയായിരിക്കാം, പക്ഷെ തന്നൊരു കാര്യം മനസ്സിലാക്കണം. എനിക്ക് ഏറ്റവും വലുത് അവരോടുള്ള ഫ്രണ്ട്ഷിപ്പാണ്. അതില്ലാത്തൊക്കെ എനിക്ക് തോന്നിയില്ല. തനിക്കറിയാം, എനിക്ക് അവനോട് വിയേഡായിട്ടുള്ള എന്തോ ഫീലിങ്സ് തോന്നിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ ഞാൻ അവനോടെല്ലാം പറയാൻ പോയതായിരുന്നു. അത് ജസ്റ്റ് ഒരു ക്രഷാണോ അത് അട്രാക്ഷൻ ആണോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. അവനും എന്നോട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നറിയാൻ രണ്ടും കൽപ്പിച്ച് ഞാൻ പറയാൻ പോയതായിരുന്നു. അത് ഞാൻ അവനോട് ആദ്യം ചോദിച്ചതും അപ്പോഴൊരു കാര്യം തന്നെയായിരുന്നു. ബെസ്റ്റ് ഫ്രണ്ടിന്റെ അപ്പുറത്തേക്ക് അവളെന്തെങ്കിലായി മാറിയെന്നൊക്കെ ഇല്ലാന്ന് തന്നെയാണ് അവൻ പറഞ്ഞത്. എന്നിട്ട് ഞാൻ ഇഷ്ടപ്പെട്ട് പറഞ്ഞില്ല, കാരണം എനിക്ക് പേടിയായിരുന്നു. അവളുടെ ഫ്രണ്ട്ഷിപ്പ് നഷ്ടപ്പെട്ടു എന്നുള്ള പേടിയായിരുന്നു. പക്ഷെ അന്ന് തന്നെ എല്ലാം പറഞ്ഞാൽ മതിയായിരുന്നു. കാരണം മരുതൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാനിങ്ങനെ ചോദിച്ചതിന് ശേഷമാണ് അവൻ അതിനെ കുറിച്ചൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയതെന്ന്. പിന്നീട് ഞാനെല്ലാം പറയാൻ തീരുമാനിച്ചപ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയി. എടോ ഞാൻ കാരണമല്ല അവരിപ്പോ അനുഭവിക്കുന്നു. എല്ലാം എന്റെ തെറ്റ, എന്റെ മാത്രം തെറ്റ. വേണ്ടടോ, ഒന്നും അവനറിയണ്ട. അല്ലെങ്കിൽ തന്നെ അപ്പൊ ഒരുപാട് തകർന്നിരിക്കാം. ഇനി ഞാനിതൊക്കെ കൂടെ പറഞ്ഞിട്ട് വേണ്ട. അവനിപ്പോ എന്റെ ആവശ്യം ഒരു നല്ല ഫ്രണ്ടായിട്ട്. അങ്ങനെ ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാകും. താൻ പറഞ്ഞ പോലെ അതാണ് അവരുടെ വിധിയെങ്കിൽ എന്റെ വിധി ഇതാണ്. സോ പ്ലീസ്, താനായിട്ടൊന്നും അവനോട് പറയരുത്. അവനൊന്നും അറിയണ്ട. താൻ കരയാതെ. നിന്റെ തീരുമാനം അതാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. എനിക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ഇതാലോചിച്ച് പിന്നെ നീ റിഗ്രറ്റ് ചെയ്യരുത്. ഏയ് ഇല്ലടോ. ഷിക,